നമുക്ക് ദൈവത്തിൻ്റെ വചന ധ്യാനത്തിനായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഒരു ഭാഗം വായിച്ച് ആരംഭിക്കാം. റോമാലേഖനം 8-ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് പ്രാരംഭമായിട്ട് വായിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 8, അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജനാകേണ്ടതിന് അവരുടെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ഗോഡ്സ് പ്ലാൻ ഓഫ് ഹ്യൂമൻ റിഡംഷൻ, അത് ഏറ്റവും ഭംഗിയായി ക്രമത്തിൽ വിവരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഒന്ന് കാണിക്കാനാണ് ഈ വാക്യം വായിച്ചത്. ദൈവത്തിൻ്റെ കാര്യപരിപാടി നോക്കുക. അവൻ മുൻ നിയമിച്ചു, പിന്നെ വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു. ഇതാണ് രക്ഷയിലെ പടികൾ. എന്നാൽ അവൻ ഇതൊക്കെ ചെയ്തതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവന്റെ സ്വരൂപത്തോട്, അതായത് ദൈവപുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് മുൻ നിയമിച്ചത്. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മുൻ നിയമിച്ചു എന്നല്ല. സ്വർഗത്തിൽ പോകുമെന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മുടെ രക്ഷയിലുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ കാര്യപരിപാടി നമ്മെ നരകത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിലാക്കുക എന്നുള്ളതല്ല. അത് കാര്യപരിപാടിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്നാൽ ഗോഡ്സ് അൾട്ടിമേറ്റ് പ്ലാൻ, ആത്യന്തികമായി നമ്മുടെ രക്ഷയിലുള്ള നിങ്ങളെയും എന്നെയും ദൈവം രക്ഷിച്ചതിനുള്ള ദൈവത്തിന്റെ ചിന്ത, തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മളെല്ലാവരും അനുരൂപരായി തീരണം. അത് പൂർണ്ണമായ അർത്ഥത്തിൽ കർത്താവ് വരുമ്പോഴേ നടക്കുകയുള്ളൂ. നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തിക കാര്യപരിപാടി നമ്മെ നരകത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളത് മാത്രമല്ല, സ്വർഗത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതും മാത്രമല്ല, പിന്നെ നമ്മെ ഓരോരുത്തരെയും തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കണം. That each one of us might be conformed to the image of God's Son. ഇതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി. ഇത് എത്രയോ വലിയൊരു കാര്യപരിപാടിയാണ്. നമ്മെ നരകത്തിൽ വിടാതിരുന്നിരുന്നെങ്കിൽ തന്നെ അത് വലിയ കാര്യമായിരുന്നേ. ഇനി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യമായിരുന്നേ. എന്നാൽ അത്രയും അല്ല ദൈവത്തിന്റെ പരിപാടി. നമ്മളെ എങ്ങനെങ്കിലും സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായി തൻ്റെ പുത്രനെ പോലെ നമ്മെ ഓരോരുത്തരെയും ആക്കി തീർക്കുക. ഞാൻ ഓർപ്പിച്ച പോലെ അത് അക്ഷരാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണ രൂപത്തിൽ കർത്താവ് വരുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. എന്നാൽ അതിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ചാണ്, അതായത് ഈ ലോകത്തിൽ നാം ഇന്ന് ജീവിക്കുമ്പോൾ അതിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താ അതിന്റെ പ്രായോഗിക വശം? നാം അവനെ പോലെ ആയിത്തീരുന്നത് പൂർണ്ണമായിട്ട് കർത്താവ് വരുമ്പോഴാണ്. എന്നാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അവന്റെ സ്വരൂപത്തോട് നാം അനുരൂപരായിക്കൊണ്ടിരിക്കുക, ബീയിങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഹിസ് ഇമേജ്. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഒന്ന് വായിച്ചു മാത്രം വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 3:18 പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. രൂപാന്തരപ്പെടുവെന്നല്ല, കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെടുവെന്നല്ല. അത് 1 യോഹന്നാനിൽ നമ്മൾ വായിച്ചു. ഇവിടെ നാം അവന്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വി ആർ ബീയിങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഹിസ് ഇമേജ്. അപ്പോൾ ആത്യന്തികമായി കർത്താവിനെ പോലെ നാം ആയിത്തീരുന്നത് കർത്താവ് വരുമ്പോഴാണ്. എന്നാൽ ഈ ലോകത്തിൽ നാം രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവിനെ പോലെ ആയിത്തീർന്നുകൊണ്ടിരിക്കണം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയ പക്വതയിലേക്ക് നാം വളർന്നുകൊണ്ടിരിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ കർത്താവിന്റെ സ്വഭാവം കൂടുതൽ വിളങ്ങി കാണുവാനിടയാകണം. എ ഡെവലപ്പിംഗ് ക്രിസ്ത്യൻ ക്യാരക്ടർ, വളർന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സ്വഭാവം നമ്മിൽ പ്രകടമാകണം.
പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഊന്നി പറയാനുള്ള ഒരു പ്രേരണ എൻ്റെ ഹൃദയത്തിലുണ്ടായത് അനേക വിശ്വാസികളെ സംബന്ധിച്ചും അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് കർത്തൃമേശയൊക്കെ ആചരിച്ച് സഭയിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. മോശമായ പാപകരമായ കാര്യങ്ങളൊന്നും ലോകമനുഷ്യർ ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇതിനേക്കാൾ കൂടിയ ഒരു ചിന്ത അനേക വിശ്വാസികൾക്കും ഇല്ല. ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, സഭയിലുണ്ട്, വിശ്വാസിയാണ്, സന്തോഷമായിട്ട് പോകുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചുള്ള അനേകരുടെയും ചിന്ത. അത്രയും ഉള്ളത് നല്ലതാണ്, അത്രയും തീർച്ചയായിട്ടും വേണം. എന്നാൽ നമ്മെ രക്ഷിച്ചതിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ പാപമൊക്കെ ചെയ്യാതെ ഈ ലോകത്തിൽ മര്യാദയ്ക്ക് സഭയിൽ ചേർന്ന് ഇങ്ങനെ ജീവിച്ചു പോകണമെന്നുള്ളതല്ല. അത് അടിസ്ഥാനപരമായിട്ടുണ്ട്. പക്ഷേ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. പ്രസംഗിക്കുന്നവരും മൂപ്പന്മാരും ഉപദേശിമാരും സുവിശേഷകന്മാരും വേദ അധ്യാപകന്മാരും മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും തികവിലേക്ക്, ആത്മീയ പക്വതയിലേക്ക്, വളർച്ചയിലേക്ക്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായ സ്വഭാവത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കണം. അതാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി. ആ കാര്യപരിപാടിയെ കുറിച്ച് ബോധമുള്ളവരായി അതിനുവേണ്ടി നാം എന്ത് ചെയ്യണമോ അത് ചെയ്യുന്നവരായി നാം തീരണം. അതിനായിട്ടുള്ളൊരു പ്രബോധനമാണ് ഇന്ന് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അനേക വിശ്വാസികൾക്ക് ഞാൻ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. തെറ്റും പാപമൊന്നും ചെയ്യാൻ നന്നായിട്ടൊക്കെ വൃത്തിയായിട്ടൊക്കെ ജീവിക്കണം, അത്രയേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ വേറൊന്നുമില്ല. ഇനി കർത്താവ് വരുമ്പോൾ എന്നെ എടുത്തുകൊള്ളും, ഞാൻ സ്വർഗത്തിൽ പോകും. പ്രിയപ്പെട്ടവരെ, അതൊക്കെ നല്ലതാണ്, അത് ശരിയുമാണ്. പക്ഷേ അതുപോരാ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അത് മാത്രമല്ല. അത് തിരുവെഴുത്തിലെ അനേക ഭാഗങ്ങളിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് കാണിക്കണം. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ റോമർ 8 ഭാവിയിൽ നാം അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത് എന്ന് നാം കണ്ടു. ഇനി കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, അത് ഭാവിയിൽ സംഭവിക്കും. എന്നാൽ അതിന്റെ വേറൊരു വശം, ഈ ഭൂമിയിൽ ഇന്ന് കർത്താവിന്റെ അവന്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി, ഇൻ ടു ഹിസ് ലൈക്ക്നെസ്, അവന്റെ പ്രതിമയായി നാം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എഫെസോസിലുള്ള വിശ്വാസികൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. എന്താ ഇതിന്റെ അർത്ഥം? താൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താ തന്റെ പ്രാർത്ഥന? ഞാൻ തന്നെ ഇവിടെ നേരത്തെ പലവട്ടം ഓർപ്പിച്ചിട്ടുണ്ട്. പൗലോസിന്റെ പ്രാർത്ഥനകളെല്ലാം വിശ്വാസികളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. എഫേസ്യർ 3 പ്രാർത്ഥനയിൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്ന കാര്യമാണ് പറഞ്ഞ് ആരംഭിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകളും വിശ്വാസികൾ ആത്മീയമായി ബലപ്പെടണം, ദൈവേഷ്ടം തിരിച്ചറിയണം, സ്നേഹത്തിൽ വർദ്ധിക്കണം എന്നൊക്കെയാണ് പൗലോസിന്റെ പ്രാർത്ഥനകളുടെ ചുരുക്കം. എന്നാൽ ഈ 3-ാം അധ്യായത്തിലെ പ്രാർത്ഥനയുടെ ഒടുവിൽ അതിന്റെ ക്ലൈമാക്സ് റിക്വസ്റ്റ്, അതായത് നമുക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി പൗലോസിന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥിക്കുക. അതെന്താണ്? നമുക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? കർത്താവേ, നല്ല ആരോഗ്യത്തിൽ കാക്കണേ, അതാണോ? ധനവാനാക്കണേ എന്നുള്ളതാണോ? പിള്ളേരുടെയൊക്കെ വിവാഹം നന്നായി നടക്കണേ എന്നുള്ളതാണോ? നല്ല ജോലി കിട്ടണേ എന്നുള്ളതാണോ? സാമ്പത്തികമായി ഉയർച്ച നൽകണേ എന്നാണോ? അതോ അവരേർപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടണേ എന്നാണോ? അവര് വഴി അനേകം രക്ഷിക്കപ്പെടണമെന്നുള്ളതാണോ? അതാണോ നമ്മ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ കാര്യം? എന്താ? അതാണ് ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അതെന്താ? അത് ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നാം നിറഞ്ഞു വരണം. എന്താ ഇതിന്റെ അർത്ഥം? ബി ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. അത് ലളിതമായി പറഞ്ഞാൽ ദൈവ സ്വഭാവം കൊണ്ട് നാം നിറഞ്ഞു വരണം. നമ്മുടെ രക്ഷയിലുള്ള ദൈവത്തിന്റെ ആത്യന്തിക പരിപാടി അതാ. ഒരു ദിവസം പുത്രനെ പോലെ നമ്മൾ പൂർണ്ണമായിട്ടാകും. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തുമാത്രം ദൈവ സ്വഭാവത്താൽ നിറഞ്ഞവരായി നമുക്ക് തീരാൻ കഴിയുമോ അത്രയും ദൈവത്തിന്റെ സ്വഭാവം
ദൈവത്തിന്റെ സൽഗുണങ്ങൾ നിറഞ്ഞവരായി നാം ഓരോരുത്തരും തീരണം. ഓരോ സഹോദരിയും തീരണം, ഓരോ സഹോദരനും തീരണം. ഇതാണ് ദൈവത്തിന്റെ നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള കാര്യപരിപാടി. ഇതിൽ കുറഞ്ഞൊന്ന് ദൈവത്തിന്റെ പരിപാടിയിലില്ല. കുറച്ചുപേർ എങ്ങനെയാലുമൊക്കെ ജീവിച്ചങ്ങ് സ്വർഗത്തിൽ വരണം. പിന്നെ ഉപദേശിമാരും മൂപ്പന്മാരും അവരൊക്കെ നല്ല ആത്മീയരായിട്ടൊക്കെ തീർന്ന് ദൈവ സ്വഭാവമുള്ളവരായി വരണം. അങ്ങനല്ല, രക്ഷയിലുള്ള ദൈവത്തിന്റെ എല്ലാവരെയും കുറിച്ചുള്ള പരിപാടി ദൈവത്തിന്റെ സൽഗുണങ്ങളാൽ നിറഞ്ഞവരാകണം. ദൈവത്തിന്റെ ഗുണങ്ങളെ രണ്ടായിട്ട് വേദശാസ്ത്രജ്ഞന്മാര് വിശദീകരിക്കാറുണ്ട്. ഒന്ന്, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പകരപ്പെടുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന സ്വഭാവങ്ങൾ. ഉദാഹരണമായിട്ട് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ ആർദ്രത, ദൈവത്തിന്റെ സഹാനുഭൂതി. ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ കഴിയുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അത് പ്രാപിക്കാൻ കഴിയും. അതാണ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി ഷെയർഡ്, ദാറ്റ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ്. ദൈവസ്വഭാവത്തിലെ വേറൊരു ഭാഗമുണ്ട്, അത് ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. അതായത് പകരപ്പെടുവാൻ, പങ്കുവെക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ചില സ്വഭാവങ്ങൾ. അത് ദൈവത്തിന്റെ സാരാംശത്തോട് ബന്ധപ്പെട്ടതാണ്. അതെന്തൊക്കെയാണ്? ദൈവത്തിന്റെ നിത്യത്വം, ഇറ്റേണാലിറ്റി, അത് ആർക്കും പകർന്നു കൊടുക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ ഓംനിപൊട്ടൻസ്, സർവശക്തി, അത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുന്നതല്ല. ദൈവത്തിന്റെ ഓംനി പ്രസൻസ്, സർവസാന്നിധ്യം, സർവവ്യാപിത്വം, അത് ആർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല. ദൈവത്തിന്റെ ഒംനീഷ്യൻസ്, ദൈവത്തിന്റെ സർവജ്ഞാനം. അപ്പോൾ ഈ ഗുണങ്ങൾ, ഇമ്മ്യൂട്ടബിലിറ്റി, ദൈവത്തിന്റെ മാറ്റമില്ലായ്മ, അൺചേഞ്ചബിൾനെസ്, ഈ സ്വഭാവങ്ങളൊന്നും ആർക്കും കൊടുക്കാൻ പറ്റുകയില്ല. അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. അതിനെയാണ് ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, പകരപ്പെടുവാൻ, പങ്കുവെക്കാൻ കഴിയാത്ത ദൈവ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് വ്യക്തമായല്ലോ. ദൈവത്തിന്റെ ചില സ്വഭാവങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നതാണ് മോറൽ ആട്രിബ്യൂട്ട്സ്, ധാർമ്മിക ഗുണങ്ങൾ. ചില സ്വഭാവങ്ങൾ, സാരാംശത്തോട് ബന്ധപ്പെട്ട സ്വഭാവങ്ങൾ, ആർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഒരു പങ്കും അതിനകത്തില്ല. ഇവിടെ ദൈവത്തിന്റെ സർവ്വ നിറവിനോളം നിറഞ്ഞു വരണമെന്ന് പറയുമ്പോൾ പകരപ്പെടുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആ ഗുണങ്ങളാൽ നാം നിറഞ്ഞു വരണം. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ പൗലോസ് എന്താ പ്രാർത്ഥിക്കുന്നത്? വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, ഇതിനേക്കാൾ വലിയൊരു റിക്വസ്റ്റ് ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഒക്കെയല്ലെന്നാണ് എന്റെ വിചാരം. ഇതിനേക്കാൾ വലിയൊരു റിക്വസ്റ്റ് ഇല്ല, ഒരപേക്ഷയില്ല. എന്താ അത്? ദൈവത്തിന്റെ എല്ലാ സൽഗുണങ്ങളാലും ആ സഹോദരൻ നിറഞ്ഞു വരണം. അതിനേക്കാൾ കൂടി എന്താ ഉള്ളത്? അതിന്റെ മുകളിൽ എന്താ ഉള്ളത്? അതിന്റെ മുകളിലൊന്നുമില്ല. അതാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ സർവ്വഗുണങ്ങളാലും നിറഞ്ഞു വരണം. എഫേസ്യ ലേഖനത്തെ കുറിച്ച് ഞങ്ങളുടെ അപ്പച്ചൻ എഴുതിയിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. നിങ്ങൾ ചിലത് വായിച്ചിട്ടുണ്ട്. കാരാഗ്രഹ ലേഖനങ്ങൾ, അതിനകത്ത് പല ലേഖനങ്ങളുടെ വ്യാഖ്യാനമുണ്ട്. കാരാഗ്രഹ ലേഖനങ്ങളിൽ എഫേസ്യർ 3-ാം അധ്യായത്തിന്റെ ഈ വാക്യത്തിന് അവിടെ അപ്പച്ചന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്: നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതും ദൈവത്തിന് പകർന്നു തരാൻ കഴിയുന്നതുമായ ധാർമ്മിക കഴിവുകളും യോഗ്യതകളുമാണ് ദൈവത്തിന്റെ നിറവ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതും ദൈവത്തിന് പകർന്നു തരാൻ കഴിയുന്നതുമായ ധാർമ്മിക കഴിവുകളും യോഗ്യതകളുമാണ്, അതായത് കൃപ, കരുണ, സ്നേഹം മുതലായവ, ദൈവത്തിന്റെ നിറവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ പകർന്നു തരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സൽഗുണങ്ങളാൽ നാം എല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിറഞ്ഞു വരണം. പ്രിയപ്പെട്ടവർ, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പരിപാടി, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പരിപാടി. ഇതിൽ കുറഞ്ഞ ഒന്നും ദൈവത്തിന്റെ പരിപാടിയാണ്. എങ്ങനെയാലും ജീവിച്ചു പോവുക, അങ്ങനെ പരിപാടി ദൈവത്തിനില്ല. കത്തിച്ച് സ്വർഗത്തിൽ ചെന്ന് പറ്റുക, അങ്ങനെ ഒരു പരിപാടി ദൈവത്തിനില്ല. നന്നായിട്ടൊക്കെ ജീവിച്ചു പോവുക, അങ്ങനെ ഒരു പരിപാടിയല്ല. ഈ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സാധിക്കണം. അവന്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നാം നിറഞ്ഞു വരണം. ഇനി നമ്മുടെ കർത്താവ് തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. തിരുവെഴുത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സത്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അവിടെ
പർവ്വത പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണതെന്ന് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിന്റെ 48-ാമത്തെ വാക്യം നോക്കുക. മാത്യു 5:48 കർത്താവ് പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സൽഗുണപൂർണരായ നല്ലതാണെന്നല്ല, വിശ്വാസികളൊക്കെ സൽഗുണപൂർണരാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് എന്നല്ല പറയുന്നത്. ബി ഈ പെർഫെക്റ്റ് കൽപ്പനയാണ്. ആകുവീൻ എന്ന് പറഞ്ഞാൽ അത് സജഷൻ അല്ല, അത് ഇംപെറേറ്റീവ് കമാൻഡാണ്, അത് നിർദ്ദേശമാണ്, കൽപ്പനയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ബി ഈ പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് പെർഫെക്റ്റ്. ഇംഗ്ലീഷിൽ ആ വാക്യം വായിച്ചാൽ അല്പം ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും. എന്താണെന്നറിയാമോ? ബി ഈ പെർഫെക്റ്റ് എന്നുള്ള അതുപോലെ തർജ്ജമ ചെയ്താൽ എങ്ങനെ തർജ്ജമ ചെയ്യണം? മലയാളത്തിൽ പറഞ്ഞാൽ പരിപൂർണരാകുവേൻ. ദൈവം പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകുവേൻ. അത് നമ്മളെ കൊണ്ടുവെക്കുന്ന കാര്യമാണോ? ആണോ? ദൈവം പെർഫെക്റ്റ് ആയിരിക്കുന്ന പോലെ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. പക്ഷെ മലയാളത്തിൽ ആ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ആശയം ധ്വനിപ്പിക്കത്തക്കവണ്ണമാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ എങ്ങനെയാ? പൂർണ്ണരാകുവീനെന്നല്ല, പിന്നെ സൽഗുണപൂർണരാകുവീൻ എന്ന് പറഞ്ഞാൽ നമ്മള് എഫേസ്യ ലേഖനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ പോലെ ദൈവത്തിന്റെ കമ്മ്യൂണിക്കബിൾ മോറൽ ആട്രിബ്യൂട്ട്സ്, പകരപ്പെടുവാൻ കഴിയുന്ന ദൈവ സ്വഭാവങ്ങളിൽ നിങ്ങൾ പൂർണ്ണരാകണം, സൽഗുണപൂർണരാകണം. ഇത് കർത്താവ് പഠിപ്പിച്ച, അതാ പൗലോസ് പ്രാർത്ഥിച്ചത്. ഇനി കർത്താവ് പഠിപ്പിച്ച കോണ്ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. ഏത് സന്ദർഭത്തിൽ എന്ത് പറഞ്ഞിട്ടാണ് കർത്താവ് ഇത് പറഞ്ഞത്? സൽഗുണപൂർണരാകണമെന്ന് വെറുതെ അങ്ങ് ഔട്ട് ഓഫ് ദ ബ്ലൂ പറഞ്ഞതല്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞതല്ല. അതിന്റെ മുകളിൽ ആ പറയുന്ന കാര്യത്തിന് ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് അതിന്റെ കൺക്ലൂഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. ആകയാൽ 48-ാം വാക്യത്തിൽ ആകയാൽ, therefore. അപ്പൊ ചോദ്യം ഉയർന്നു, wherefore. ആകയാൽ എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ വേറെ കാര്യമുണ്ട്. എന്താണ് മുകളിലത്തെ കാര്യം? 43 മുതൽ വായിക്കുമ്പോ കൂട്ടുകാരനെ സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ താഴെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് പ്രയോജനം, ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്, ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ് ആകയാൽ നിങ്ങൾ സൽഗുണപൂർണരാകണം. അതിന്റെ മുകളിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 44-ാം വാക്യത്തിൽ ഈ സ്വഭാവം, അതായത് ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇത് നിങ്ങൾ കാണിക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ശത്രുക്കളെ സ്നേഹിച്ചാൽ ദൈവമക്കളാകും എന്നാണ് അർത്ഥം? അല്ല, ദൈവമക്കളാകുന്ന രക്ഷിക്കപ്പെടുന്ന വഴിയാണ്. സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായി തീരുക എന്നല്ല, സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരാണ് എന്ന് വെളിവാക്കേണ്ടതിന് എന്ത് ചെയ്യണം? ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം നാം തെളിയിക്കുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം തെളിയിക്കുകയാണ്. എന്താ തെളിയിക്കുന്നത്? ഞാൻ എൻ്റെ അപ്പന്റെ സ്വഭാവം കാണിക്കുകയാണ്. എൻ്റെ അപ്പന്റെ സ്വഭാവം എന്താ? സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വഭാവം എന്താ? അവിടെ പറഞ്ഞിട്ടുണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വഭാവം എന്താണെന്ന്. എന്താ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വഭാവം? അവൻ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും, ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കും, നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കും. ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് ആര് പറഞ്ഞായത്? കർത്താവ് തന്നെ പറഞ്ഞതാ. ദൈവത്തിന്റെ സ്വഭാവം എന്താ? നല്ലവർക്കും സൂര്യപ്രകാശം കൊടുക്കും, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരനും സൂര്യപ്രകാശം കൊടുക്കും. ദുഷ്ടന്റെ പറമ്പും നന്നായിട്ട് വിളയും, ദൈവത്തെ വിളിക്കുന്ന നീതിമാന്റെ പറമ്പും നന്നായിട്ട് വിളയും. ദുഷ്ടന്റെ പറമ്പിലും മഴ കൊടുക്കും, നീതിമാന്റെ പറമ്പിലും മഴ കൊടുക്കും. ഇതാ ദൈവ സ്വഭാവം. നമുക്കറിയാം, നമ്മുടെ കൺട്രോളിൽ വല്ലതും ആയിരുന്നു ഇതെങ്കിൽ നമുക്ക് വിരോധമുള്ള ഒരു മനുഷ്യനും മഴ കൊടുക്കുകയില്ല. നമുക്ക് ഇഷ്ടമുള്ളവരുടെ മുറ്റത്ത് പറമ്പ് മാത്രം സൂര്യനെ ഉദിപ്പിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ലാർജ് ഹാർട്ടഡ്നെസ് നോക്കുക, ദൈവത്തിന്റെ വിശാല ഹൃദയം നോക്കുക. ദൈവമില്ലെന്ന് ഘോരഘോരം പ്രസവിക്കുന്നവന്റെ പറമ്പിലും നാളെ രാവിലെ സൂര്യൻ ഉദിക്കും. അവനും വൈറ്റമിൻ ഡി കിട്ടും, അവൻ വെയിലത്തിറങ്ങിയാണ്, അല്ലെ? അവൻ ദുഷ്ടനായോണ്ട് അത് നിനക്ക് തരുന്നില്ലെന്ന് പറയല്ല. പിന്നെ കൃഷിക്ക് മഴ വേണം. ദൈവവിരോധിയായി, മദ്യപാനിയായി, കൊടരില്ലാത്തവനായി, ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നവന്റെ പറമ്പിലും ദൈവം നാളെ മഴ കൊടുക്കും.
നീതിമാന്റെ വിളവ് നന്നായി വിളയുന്ന പോലെ അവന്റെ വിളവ് നന്നായിട്ട് വിളയും. ഇതാ ദൈവത്തിന്റെ സ്വഭാവം. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രൂവ് ചെയ്യുക. എന്താ പ്രൂവ് ചെയ്യുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഈ അപ്പന്റെ മക്കളാണ് നിങ്ങൾ. കാരണം ഈ അപ്പന്റെ സ്വഭാവം നിങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ സൽഗുണങ്ങൾ, അതായത് ദൈവത്തിന്റെ സൽഗുണങ്ങൾ, ദയ, കരുണ, പരോപകാരം, സ്നേഹം, ശത്രുക്കളെ സഹായിക്കുക, അവർക്ക് വേണ്ടി കരുതുക, അവരോട് കരുണ കാണിക്കുക, ഇതെല്ലാം ദൈവത്തിന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവം നിങ്ങൾ കാണിക്കണം. അതാണ് സൽഗുണപൂർണ്ണ പിതാവ്, സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണ്ണരായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരാകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, നാം ദൈവമക്കളാണോ? ആണ്. അപ്പൊ ആരുടെ സ്വഭാവം കാണിക്കണ്ടേ? ദൈവത്തിന്റെ സ്വഭാവം. ദൈവത്തിന്റെ സ്വഭാവം എന്താ? ഇങ്ങോട്ട് ചിരിച്ചില്ലേ അങ്ങോട്ടും ചിരിക്കുകയില്ല, അതാണ് ദൈവ സ്വഭാവം. നിങ്ങളുടെ കൂടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലേ എന്റെ കൂടെ കല്യാണത്തിന് നിങ്ങളെ വിളിക്കുകയില്ല, അതാണ് ദൈവ സ്വഭാവം. എന്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരികയില്ല, അതാണ് ദൈവ സ്വഭാവം. ഈ പുസ്തകം നമ്മൾ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്, എന്നിട്ടാ ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെ? ഈ പുസ്തകം ആ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തെ പെരുമാറ്റത്തിൽ എത്രയോ തരംതാണ നിലയിലുള്ള പെരുമാറ്റമാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത് പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ തന്നെയൊക്കെ ജീവിതത്തിൽ എത്രയോ മോശമായ സ്വഭാവം, പ്രതികാരം, ഇഷ്ടമില്ലാത്തവരോട് തെറ്റായി പെരുമാറുക, അവർക്ക് ഗുണം വരാൻ വല്ല വഴിയുണ്ടെങ്കിൽ അത് അടച്ചു കളയുക, അവർക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുക. ദൈവം അങ്ങനെയാണോ? ദൈവത്തെ വിളിക്കാത്തവന് ദോഷം വരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം? അല്ല, അവനും നന്മ വരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആ ദൈവത്തിന്റെ മക്കളാണ് നിങ്ങളെന്ന് നിങ്ങൾ തെളിയിക്കണം. എന്നിട്ട് പറയാണ്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ, അതായത് മുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സൽഗുണങ്ങളാണ് ദൈവത്തിന്റെ ഗുണങ്ങൾ. ആ ഗുണങ്ങളിൽ നിങ്ങൾ പൂർണ്ണരായി തീരണം. കാണിക്കുന്നു ഇത് പത്രോസിന്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായം എന്നെടുത്തേ. 2 പത്രോസ് 1-ാം അധ്യായം. 2 പത്രോസ് 1-ാം അധ്യായം. അവിടെ അതിന്റെ 10-ാമത്തെ വാക്യം, 2 പത്രോസ് 1:10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അതെങ്ങനെ ഉറപ്പാക്കുന്നത്? ഞാൻ ദൈവവേദനാണ് എന്ന് ഞാൻ എങ്ങനെ ഉറപ്പാക്കുന്നത്? നമ്മൾ സാധാരണ ഉറപ്പാക്കുന്നത്, ഞാൻ 2015 കൺവെൻഷനിൽ ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, ഞാൻ കൈപൊക്കി, ഞാൻ പാപിയുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടു. നല്ല കാര്യം, അത് നല്ല കാര്യം തന്നെയാണ്. അത് മാത്രമേ ഉള്ളൂ? 15 കഴിഞ്ഞിപ്പോ 11 വർഷമായി. ഈ 11 വർഷത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് നീ ദൈവവേദനാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് പറയാനുണ്ടോ? ചിലർക്ക് ആഴെക്കൂടെയുള്ള തെളിവ്, അന്ന് കൈ ഒന്ന് പൊക്കി, അത്രയേ ഉള്ളൂ, വേറെ ഒരു തെളിവില്ല. അത്രയേ ഉള്ളൂ, അത് ആരംഭം. അത്രയും പോരാ. ഞാൻ 25 വർഷം മുമ്പ് കർത്താവിനെ രക്ഷകരായി സ്വീകരിച്ചു, അപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്, സമ്മതിച്ചു, അതിനെ ചോദ്യം ചെയ്യുന്നില്ല. അത്രേ ഉള്ളോ? അതോ ഈ കഴിഞ്ഞ 25 വർഷത്തെ ജീവിതത്തിനുള്ളിൽ നീ ദൈവവേദനാണെന്ന് നിനക്ക് ഉറപ്പ് വരുത്തുന്ന എന്തെങ്കിലും കാര്യം നിന്റെ ജീവിതത്തിലുണ്ടോ? പണ്ടെങ്ങോ നടന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ? അതോ അനുദിന ജീവിതത്തിലെ എന്തെങ്കിലും കാര്യം നീ ദൈവവേദനാണ് എന്ന് നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്ന എന്തെങ്കിലും കാര്യം ജീവിതത്തിൽ നിന്ന് പറയാനുണ്ടോ? പത്രോസ് പറയുന്നത് ശ്രദ്ധിച്ചേ. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. അതെങ്ങനെ ഉറപ്പാക്കുന്നേ? അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ, ഭക്തിയായി ജീവിക്കാൻ തന്നിരിക്കുന്ന നന്മകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ താഴെ പറയാണ്, ഇവ നിങ്ങൾക്കുണ്ടായി. അതിന്റെ 5, 6, 7 വാക്യങ്ങളിൽ 6, 7 ക്രിസ്തീയ ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്തോട് വീര്യം കൂട്ടണം, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം, പിന്നെ ഇന്ദ്രിയ ജയം, പിന്നെ ഭക്തി, സഹോദര പ്രീതി, സ്നേഹം, ഇതെല്ലാം കൂട്ടിക്കൊള്ളുവീൻ. സപ്ലിമെന്റ്, ആഡ്, കൂട്ടിക്കൊള്ളുവീൻ. ഇനി 8-ാം വാക്യം നോക്കിയേ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. ഏതുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ? ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. ഏതുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ? മോളി പറഞ്ഞ കാര്യം. മോളി പറഞ്ഞ എന്താ? ഭക്തി, സഹോദര പ്രീതി, സ്നേഹം, ഇന്ദ്രിയ ജയം, ഇവ, ഈ ക്രിസ്തീയ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. പിന്നെ അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ ചെയ്താൽ.
അപ്പോൾ ഈ ക്രിസ്തീയ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർത്തമാനമായ നിലയിൽ കാണുകയും അത് നിങ്ങൾ കൂട്ടുകയും ഒന്നിനോടൊന്ന് കൂട്ടുകയും ചെയ്ത് ജീവിച്ചാൽ അതിനിടയ്ക്കാണ് പറയുന്നത് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ. അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ അതിന്റെ അർത്ഥം എന്താ കോണ്ടെക്സ്റ്റ്? സന്ദർഭം എന്താ? ക്രിസ്തീയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് സന്ദർഭം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കണം, ഇതിനോട് കൂട്ടണം, ഇതാണ് സന്ദർഭം. അതിന്റെ ഇടയ്ക്കാണ് പറയുന്നത് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. അതിന്റെ അർത്ഥം എന്താ? The believer who pursues the spiritual qualities mentioned above guarantees to himself by spiritual fruit that he was called and chosen. A holy, fruitful life proves the reality of your salvation. വ്യക്തമായല്ലോ? ഈ സ്വഭാവങ്ങൾ തന്നിൽ വർത്തമാനമായി കാണുമ്പോൾ, ആത്മാവിന്റെ ഫലം അല്ലെങ്കിൽ ഈ സ്വഭാവ ഗുണങ്ങൾ എന്നിൽ വർത്തമാനമായ നിലയിൽ കാണുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു ഉറപ്പ് കൊടുക്കുക. എന്താ? നീ ദൈവവേദല അല്ലേ? നിന്നെ ചീത്ത വിളിച്ചപ്പോ നീ ചീത്ത വിളിക്കാതിരിക്കയില്ല. നിനക്ക് ക്ഷമിക്കാനും അവനുവേണ്ടി പ്രാർത്ഥിക്കാനും കഴിയുന്നു. എന്താ കാര്യം? നിന്റെ ആദാമ്യ സ്വഭാവമാണെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം നീ ദൈവവേദന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ട് പണ്ട് നടന്ന രക്ഷിക്കപ്പെടുക എന്നുള്ള അനുഭവം കൊണ്ട് ദൈവമക്കളാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അത് നല്ലത്, അത് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഉറപ്പുണ്ടോ നാം ദൈവമക്കളാണ്? നാം ഓരോ ദിവസവും ജീവിക്കുന്ന ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ഒരു മകനാണ്, ദൈവത്തിന്റെ പൈതലാണെന്ന് എനിക്ക് തന്നെ ഒരു കൺഫർമേഷൻ ഞാൻ നൽകുന്നുണ്ടോ? അത് വേണം. അതാണ് പത്രോസ് പറയുന്നത്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ ഇതിനോട് ഇത് കൂട്ടി ജീവിച്ചാൽ നീ എന്ത് ചെയ്യാണ്? നീ ദൈവത്തിലാണെന്ന് നീ നിനക്ക് തന്നെ ഉറപ്പ് വരുത്തുകയാണ്. അപ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് ഇതെല്ലാം വർദ്ധിപ്പിക്കണം, ഇത് ഒന്നിനോടൊന്ന് കൂട്ടണം, ക്രിസ്തീയ സ്വഭാവത്തിൽ നാം വർദ്ധിച്ചു വരണം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ സൽഗുണപൂർണനാകുവാൻ എന്ത് ചെയ്യണമെന്ന് ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായി 19:21 ഒരാൾ വന്ന് നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞു വരുമ്പോഴാണ് പറയുന്നത്. അതിന്റെ 21 നോക്കുക, 19:21. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞേ? കർത്താവിന്റെ അടുത്ത് വന്ന് എല്ലാവരോടും അങ്ങനെ പറഞ്ഞോ? അനുഗമിക്കാൻ വന്ന് എല്ലാവരോടും പറഞ്ഞോ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം, പിന്നെ വന്ന് അനുഗമിക്കുക എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഇവനോട് പിന്നെ എന്തിനാ അത് പറഞ്ഞേ? കർത്താവ് ഓരോരുത്തരോട് ഇടപെടുന്നതും സംസാരിക്കുന്നതും അവരുടെ നിലയറിഞ്ഞാൽ, മനസ്സിലിരിപ്പറിഞ്ഞാൽ, എന്തുദ്ദേശിച്ചാണ് അവൻ പറയുന്നത് എന്നറിഞ്ഞാണ് മറുപടി പറയുന്നത്. നമുക്കൊരാളുടെ ഹൃദയനില അറിഞ്ഞുകൂടാ, പറയുന്ന വാക്കേ അറിയാവൂ. കർത്താവിന് ഒരാളൊരു കാര്യം ചോദിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അവൻ എന്തുദ്ദേശിച്ചായി ചോദിച്ചതെന്ന് കർത്താവിന് അവന്റെ ഹൃദയനില അറിയാം. അതിനനുസരിച്ചാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഈ യൗവനക്കാരനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അവന് വളരെ സമ്പത്തുള്ളവനായിരുന്നു. അതവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അവന് സമ്പത്തിനെ വിട്ടുപിരിയുവാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സമ്പത്ത് അവന് ദൈവമായിരുന്നു. സമ്പത്ത് അവന് വളരെ പ്രധാനമായിരുന്നു. ദൈവവുമായുള്ളവന്റെ ഇടപാടിൽ തടസ്സം നിൽക്കുന്ന ഒന്നായിരുന്നു സമ്പത്ത്. ആത്മീകമായി വളരുന്നതിന്, ദൈവത്തെ പിൻപറ്റുന്നതിന് അവന് തടസ്സമായിരുന്നു അവന്റെ സമ്പത്ത്. കർത്താവ് പറയാണ്, സൽഗുണപൂർണനാകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള തടസ്സം നീ നീക്കം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവ സ്വഭാവത്തിൽ നാം മുന്നേറണമെങ്കിൽ അതിന് വിഘാതമായി നിൽക്കുന്ന, ദൈവത്തിന്റെ സ്ഥാനം അലങ്കരിക്കുന്ന, അതാണല്ലോ വിഗ്രഹം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്ഥാനം നാം കൊടുക്കുന്ന, ചിലപ്പോൾ പണമായിരിക്കും, ചിലപ്പോൾ പ്രശസ്തിയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സൽപ്പേരായിരിക്കും, കുടുംബ ബന്ധങ്ങളായിരിക്കും, എന്തെങ്കിലും ആകട്ടെ. ഈ ആളുടെ കാര്യത്തിൽ അത് സമ്പത്തായിരുന്നു. ദൈവവുമായുള്ള നമ്മുടെ അടുത്ത കൂട്ടായ്മയ്ക്ക്, ആത്മീയ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന എന്താണോ അത് ഉപേക്ഷിക്കുവാൻ നാം തയ്യാറായാലേ സൽഗുണപൂർണതയിൽ വർദ്ധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി വളരാൻ തടസ്സമായി നിൽക്കുന്ന എന്താ? നമ്മിൽ ദൈവ സ്വഭാവം വളരുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന എന്താ? ഇയാളുടെ കാര്യത്തിൽ പണമായിരുന്നു. എല്ലാവർക്കും അതായിരിക്കണമെന്നില്ല, വേറെ വേറെ കാര്യങ്ങളായിരിക്കാം. അത് ഉപേക്ഷിക്കുവാൻ, അതുമായുള്ള പറ്റുമാനം വിട്ടുകളയുവാൻ നാം മനസ്സ് കാണിച്ചാലേ സൽഗുണപൂർണരാകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ
ദൈവീക ഗുണങ്ങളുള്ളവരായി കർത്താവിനെ പിൻപറ്റുന്നവരായി നാം ജീവിക്കണമെങ്കിൽ, സൽഗുണപൂർണരായി തീരണമെങ്കിൽ, അതിന് തടസ്സം നിൽക്കുന്ന ഇയാളുടെ കാര്യത്തിൽ എന്ന പോലെ പണമോ മറ്റെന്തെങ്കിലും ആകട്ടെ, അത് വിട്ടുകളയുവാൻ, അതിനോടുള്ള പറ്റുമാനം വിട്ടുകളയുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. എല്ലാം ഇതേ വിഷയത്തെക്കുറിച്ചുള്ള വാക്യങ്ങളാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം. അവിടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിന്റെയും ശുശ്രൂഷകളുടെയും ലക്ഷ്യം എന്താണ് എന്ന് പറയുക. കൊലോഷ്യൻസ് 1:28, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പൗലോസിന്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് താൻ ഉപദേശിക്കുന്നത്? എന്തിനാണ് താൻ പ്രബോധിപ്പിക്കുന്നത്? എന്തിനാണ് താൻ ഈ കഷ്ടപ്പെടുന്നത്? എന്തിനായി അധ്വാനിക്കുന്നത്? എന്തിനാണ് യാത്ര ചെയ്യുന്നത്? അതിന്റെ ഉദ്ദേശം പറയുകയാണ്. എന്താ? വല്ലവിധേനയും ചിലരെ രക്ഷിക്കണം, അത് ഒരു കാര്യം. അത് മാത്രമല്ല, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. അത് ഇംഗ്ലീഷിൽ നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ എല്ലാം പെർഫെക്റ്റ് എന്നാണ്. മലയാളത്തിൽ നമ്മൾ വായിച്ചാലോ ചിലയിടത്ത് സൽഗുണപൂർണ്ണൻ എന്നാണ്, ചിലയിടത്ത് തികഞ്ഞവൻ എന്നാണ്. ഗ്രീക്കിലെ ടെലിയോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് സാധാരണ ഈ തികഞ്ഞവൻ എന്നുള്ളത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ടെലിയോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം കംപ്ലീറ്റ് ഇൻ ഗ്രോത്ത്, വളർച്ചയിൽ പൂർണ്ണതയുള്ളത്. മെന്റൽ, മോറൽ ക്യാരക്ടർ ഓഫ് ഫുൾ ഏജ്, വളർച്ചയെത്തിയ മാനസികവും ധാർമ്മികവുമായ ഗുണങ്ങൾ. ഹോൾ ഓർ ഫുള്ളി ഡെവലപ്ഡ്, ഹാവിംഗ് റീച്ച്ഡ് ആൻ എൻഡ് ഓർ ഗോൾ. ഞാൻ ആ വാക്കിന്റെ നിർവചനമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ ടെലിയോസ് എന്നുള്ള വാക്കിന്റെ തികഞ്ഞവൻ എന്ന് തർജ്ജമ, വേറെയും വാക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് അങ്ങനെ. എന്നാൽ ഇവിടൊക്കെ നമ്മളിപ്പോ ഈ വായിക്കുന്ന വാക്യങ്ങളൊക്കെ തികഞ്ഞവൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായത്, പൂർണ്ണ വളർച്ചയെത്തിയത്, സൽ സ്വഭാവങ്ങളാൽ നിറഞ്ഞത്, മെച്വർ, പക്വതയുള്ളത്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ എല്ലാ മനുഷ്യരും തികഞ്ഞവരാകണമെന്ന് പൗലോസ് പറയുമ്പോ പാപരഹിത പരിപൂർണതയിൽ എല്ലാ മനുഷ്യരും എത്തണമെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താ അതിന്റെ അർത്ഥം? ആത്മീകമായി പക്വതയുള്ളവരായി, വളർച്ചയുള്ളവരായി തീരണം. പ്രിയപ്പെട്ടവരെ, പൗലോസ് ക്ലാസ് എടുത്തതും യാത്ര ചെയ്തതും പ്രസംഗിച്ചതും എഴുതിയതും വിശ്വാസികൾ ആത്മീയ പക്വതയുള്ളവരായി തീരണം. ദൈവവചനം തന്നിരിക്കുന്നതിനാണ്. രക്ഷിക്കപ്പെടാൻ മാത്രമായിരുന്നു ദൈവവചനമെങ്കിൽ രക്ഷയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ എത്രയോ ലേഖനങ്ങളിൽ ആത്മീയ വളർച്ചയുടെ കാര്യം പറഞ്ഞിരിക്കുന്നു. എന്തിനാത്? രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആത്മീയ ഗുണങ്ങളാൽ നാം നിറഞ്ഞവരായി തീരണം. അപ്പൊ പൗലോസ് പറയാണ്, എന്റെ പ്രസംഗവും പ്രവർത്തനവും എല്ലാം എന്തിനു വേണ്ടിയാ? ഏത് മനുഷ്യനും ആത്മീയ പക്വതയുള്ളവനായി തീരണം. 2 തിമോഥെയോസ് 3-ാം അധ്യായം 16-ാം വാക്യം. ആ വാക്ക് വന്നിരിക്കുന്ന വേറെ ഒരു വാക്യമാണത്. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ദൈവവചനം എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ദൈവത്തിന്റെ ദൈവശ്വാസീയതയെ കുറിച്ചുള്ള ഒരു വാക്യമാണ്. 2 തിമോത്തി 3:16. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. ദൈവത്തിന്റെ വചനം എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത്? കേവലം സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ മാത്രമല്ല, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. ഇംഗ്ലീഷിൽ that the man of God may be perfect. നാം എല്ലാവരും ഈ വചനം വായിച്ച് ധ്യാനിച്ച് പഠിച്ച് അതിന് കീഴ്പ്പെട്ട് അതിലെ സത്യങ്ങൾ അനുസരിച്ച് നാം ആരായിത്തീരണം? നാം തികഞ്ഞവരായിത്തീരണം. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദവസ്ഥ അതിനാണ് തന്നിരിക്കുന്നത്. വേദവസ്ഥ നമുക്ക് തന്നിരിക്കുന്നത് തലയണക്കേട് വെച്ചുകൊണ്ട് കിടക്കാൻ അല്ല, പിശാചിനെ ഓടിക്കാൻ വേണ്ടിയല്ല. വേദവസ്ഥ നമുക്ക് തന്നിരിക്കുന്നത് ഇത് വായിച്ച് ധ്യാനിച്ച് അനുസരിച്ച് ജീവിക്കുക വഴി എന്ത് സാധിക്കണം? പണ്ഡിതന്മാരാകുക എന്നുള്ളതല്ല. പണ്ഡിതന്മാരായ നല്ലതാണ്, പണ്ഡിതന്മാരാകുക എന്നുള്ളതല്ല, തികഞ്ഞവരാകണം. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിയും ഓരോ പൈതലും ഓരോ സഹോദരനും ഞാനും നിങ്ങളും സ്പിരിച്വലി മെച്യൂർ ആകണം, പക്വതയുള്ളവരാകണം. പക്വതയുടെ സ്വഭാവം ദൈവ സൽഗുണ സമ്പൂർണ്ണർ ആകണം. കൊലോസ്യ ലേഖനത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് വരിക. 4-ാം അധ്യായം 12-ാം വാക്യം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അവിടെ
എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുക. എപ്പഫ്രാസ് കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണേ. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഒരാള് നമ്മളൊക്കെ പ്രാർത്ഥനയിൽ പോരാടുന്ന എപ്പോഴാ? നമ്മൾ പ്രാർത്ഥിക്കും, ചില സമയത്ത് നമ്മൾ ഉപവസിച്ചും പിന്നെ ബന്ധപ്പെട്ട് പ്രാർത്ഥനയിൽ പോരാടും. വലിയ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ ആണ്, രോഗം വളരെ കൂടുതലാണ്, രക്ഷയില്ലെന്ന് ഡോക്ടർ പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ കാഷ്വലായിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനയിൽ നമ്മൾ പോരാടും. എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുക എന്തിനാ? സൂക്കേട് മാറാനല്ല, നിങ്ങൾ തികഞ്ഞവരായി തീരണം. അപ്പൊ എപ്പഫ്രാസിന്റെ കാഴ്ചപ്പാട് നോക്കിക്കേ. കൊലോസ്യയിലുള്ള വിശ്വാസികൾ ദൈവത്തിന്റെ ഇഷ്ടം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരും തികഞ്ഞവരുമായി തീരണം. അതിനുവേണ്ടി എപ്പഫ്രാസ് രാവും പകലും പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ആ വിഷയത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അനേക വാക്യങ്ങൾ നമ്മൾ നോക്കി. എന്താ തികഞ്ഞവരാകുക എന്ന് പറഞ്ഞാൽ? പാപരഹിത പരിപൂർണതയല്ല, ഒരു പാപവുമില്ലാത്ത അവസ്ഥയിൽ എത്തുക എന്നുള്ളതല്ല. അത് കർത്താവ് വരുമ്പോഴേ സാധിക്കൂ. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തീയ ഗുണങ്ങളിൽ വർദ്ധന വരിക, ആത്മീകമായി പക്വത പ്രാപിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ സ്വഭാവം കൂടുതൽ എന്നിൽ വ്യാപരിപ്പിക്കുമാറ് ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ഓരോ ദിവസവും ഞാൻ സൂക്ഷ്മതയോടെ ജീവിക്കണം. ആ എപ്പഫ്രാസിനെ പോലെ ആ പ്രാർത്ഥനയും ആ പരിശ്രമവും ആ ശ്രദ്ധയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ അനുദിന ജീവിതത്തിലെ സ്വഭാവം കൊണ്ട് ഞാൻ ദൈവവേദനാണ് എന്ന് എനിക്ക് തന്നെ ഉറപ്പ് വരുന്നുണ്ടോ? ഇത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്, പരിപാടിയാണ്. ആരും ഈ കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. നമ്മളെല്ലാവരും ആത്മീകമായി മുന്നോട്ട് പോകുക, പ്രാർത്ഥനയോടെ ദൈവാത്മാവിന് കീഴ്പ്പെട്ട് പരിശ്രമിച്ച് ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കാം.